മക്കസായി മക്കസായി റംബമ്പ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? മലയാള സിനിമയിലെ പാട്ടാണ്. മക്കസായിയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മക്കസായി മലേഷ്യൻ ഭാഷയിൽ മക്കസായി എന്ന് പറഞ്ഞാൽ നന്ദി അർപ്പിക്കൽ എന്നാണ്. നന്ദി അർപ്പിക്കൽ, നന്ദി പ്രകാശനം എന്നൊക്കെയാണ്. ഇന്നേ ദിവസം നമ്മൾ മക്കസായി ദിവസത്തിലാണ് ആയിരിക്കുന്നത്. ഒരു നന്ദി പ്രകാശനത്തിന്റെ ദിവസം 2025 വർഷത്തിന്റെ അവസാന ദിവസത്തിലാണ് ആയിരിക്കുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഒരു മക്കസായിയുടെ കഥയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നന്ദി പ്രകാശനത്തിന്റെ കഥ. 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യമാക്കുകയാണ്. യേശു കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു. ഒരുവൻ മാത്രം യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് യേശുവിന് നന്ദി പറഞ്ഞ് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ശമര്യയ്ക്കും ഗലീലയ്ക്കും മധ്യത്തിൽ യേശു ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുകയാണ്. ഈ മധ്യപ്രദേശങ്ങൾ എന്ന് പറയുന്നത് അതിർവരമ്പുകളാണ്. കേരളത്തിലുള്ള കടലറ എന്ന് പറയുന്ന 2 പ്രദേശങ്ങളാണ്. അതിന്റെ മധ്യത്തിലുള്ള പ്രദേശം എന്ന് പറയുന്നത് ഒരു അതിർവരമ്പാണ്. ഈ അതിർവരമ്പുകളിലാണ് രോഗികളായവരും വിജാതീയരായവരും ഒക്കെ താമസിക്കുന്നത്. അവിടെയാണ് കുഷ്ഠരോഗികളുടെ സ്ഥാനം. അതുകൊണ്ട് യേശു കടന്നു പോകുന്ന സമയത്ത് 10 കുഷ്ഠരോഗികൾ യേശുവിനെ ദൂരത്ത് നിന്ന് കാണുകയാണ്. യേശുവിനെ ഈ കുഷ്ഠരോഗികൾ കണ്ട മാത്രയിൽ തന്നെ ദൈവസന്നിധിയിൽ സൗഖ്യത്തിന് വേണ്ടി നിലനിൽക്കുകയാണ്. ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്താണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ദുരവസ്ഥയെന്ന് ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥയെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ കുഷ്ഠരോഗിയായി ഇരുന്നുകൊണ്ട് അവന് മാന്യമായി വസ്ത്രം ധരിക്കുവാനായിട്ടുള്ള അവസരമില്ല. വചനം പറയുന്നത് ഇങ്ങനെയാണ്: കീറിയ വസ്ത്രം അവൻ ധരിക്കണമെന്നാണ് പുസ്തകത്തില്. കീറിയ വസ്ത്രം മാത്രമേ ധരിക്കാവുള്ളൂ. കുഷ്ഠരോഗിയാണെന്ന് വെച്ച് അവൻ നല്ല കുടുംബത്തിൽ അല്ലാത്തവർക്ക് കാറ്റാനില്ല. അവന് സമ്പന്നനായിരിക്കാം, നയമാനത്തിന് സമ്പന്നനായിരിക്കാം. പക്ഷേ അവൻ നല്ല വസ്ത്രം ധരിക്കുവാനായിട്ട് യോഗ്യതയില്ല. അവൻ മുടി ചെയ്യുവാനായിട്ട് പാടില്ല. അവന്റെ മുടിയെ അവൻ ശീലി വയ്ക്കുവാനായിട്ടുള്ള അവകാശമില്ല. അവന്റെ മേൽചുണ്ട് അവൻ തുണി കൊണ്ട് പൊതിഞ്ഞു വയ്ക്കണം. മേൽചുണ്ട് അവൻ തുണി കൊണ്ട് പൊതിഞ്ഞ് വയ്ക്കണം. അവസാനം അവൻ ചെയ്യുന്നത് ഞാൻ അശുദ്ധനാണ് അവൻ നടക്കുന്ന പാതയിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. എന്തൊരു ദുരവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും, നമ്മുടെ അശുദ്ധമുള്ളവർ കാണിച്ചാൽ നമ്മൾ വിശുദ്ധനാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഇവിടെ കുഷ്ഠരോഗികളെ കുറിച്ച് പറയുന്നത് അവൻ പോകുന്ന യാത്രയിലൊക്കെ ആരെ കണ്ടില്ലെങ്കിലും കണ്ടാൽ അവൻ ഉറക്കെ വിളിച്ചു പറയണം, ഞാൻ അശുദ്ധനാണ്. ഈ കുഷ്ഠരോഗികളുടെ ജീവിത അവസ്ഥയെ നമ്മൾ ആത്മീയ തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ 2025 വർഷത്തിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വസ്ത്രം കീറിയ അവസ്ഥയാണ്. ഒരുപക്ഷെ അത് സമ്പത്തില്ലാത്ത അവസ്ഥയായിരിക്കാം, മാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം. ആ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ നമുക്ക് തലയിൽ വെക്കുവാനായിട്ട് പറ്റാത്ത അവസ്ഥയായിരിക്കാം. വസ്ത്രം കീറിയ അവസ്ഥയിലൂടെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. മുടി ചീകാത്ത അവസ്ഥ. അത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അടിപിടിച്ച് ഇരുന്നിട്ടുണ്ട്. ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല നിമിഷങ്ങളെ, ദൈവം നൽകിയ നിമിഷങ്ങളെ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരിക്കാം. മേൽചുണ്ട് ചുണ്ടി കൊണ്ട് മടക്കണമെന്ന് പറയുന്നുണ്ട്. അതെ, പലപ്പോഴും നമ്മുടെ അധരങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ബന്ധനത്തിന്റെ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ ആയിരുന്നത്. നമ്മളെ ചുറ്റുപാടുകൾ നോക്കുന്ന സമയത്ത് അശുദ്ധന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരുന്നു. ഇവിടെ കുഷ്ഠരോഗികളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അശുദ്ധനാണെന്ന് വിളിച്ചു കൊണ്ട് നടക്കുന്ന സമയത്ത് ദൈവത്തിൽ അവരെ കാണുകയാണ്. ഉടനെ യേശുവിനെ കണ്ടിട്ട് പറയുകയാണ്, യേശുവേ നായക ഞങ്ങളോട് കണ്ടുണ്ടാകണമേ. യേശുവിന്റെ പേരെടുത്ത് അവര് പറയുകയാണ്. മശിഹായുടെ പേരെടുത്ത് അവർ പറയുകയാണ്. അതിനുള്ള കാരണം പറയുന്നത് അവരുടെ ദുരവസ്ഥയ്ക്ക് ഇനി ഒരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു. എന്നാൽ യേശുവിനെ കാണുന്ന സമയത്ത് അതൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ അവർ മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ജാതിയിൽ നിന്നൊക്കെ യേശുവിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും യേശുവിനെ കണ്ട മാത്രമേ തന്നെ കണ്ണോട് നന്ദി ഉണ്ടാകുന്നേ എന്ന് വിളിച്ചു പറഞ്ഞത്. എന്നാൽ യേശു അവരുടെ അടുത്തേക്ക് പോയതായിട്ട് അതിന് അറിയപ്പെട്ടിരിക്കില്ല. യേശു അവരെ ദൂരെ വെച്ച് കാണുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ പുരോഹിതനെ പോയി കാണിക്കുവാനായി പറയുകയാണ്.
നിങ്ങളുടെ ജീവിതങ്ങളെ പുരോഗതിയുടെ മുന്നിൽ പോയി നിങ്ങൾ പരസ്യപ്പെടുത്തുവാനായി പറയുകയാണ്. ഒരു കുഷ്ഠരോഗി 2 പ്രാവശ്യം പുരോഗതിയുടെ അടുത്തേക്ക് കടന്നുപോയിട്ടുണ്ടായിരുന്നുണ്ട്. ഒന്നാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് അവർ രോഗം വരുമ്പോൾ പുരോഹിതന്റെ അടുക്കൽ പോയി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. പുരോഹിതൻ പറയുകയാണ്, ഇനി സാധ്യതകളൊന്നുമില്ല, കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാൽ അവർ കുഷ്ഠരോഗിയാണ്. അവർക്ക് കുഷ്ഠരോഗമില്ല, മറ്റൊരു ചർമ്മ അസുഖമാണ്. ഒരു കുഷ്ഠരോഗി പുരോഹിതൻ പറഞ്ഞാൽ കുഷ്ഠരോഗിയാണ്. പിന്നെ അവർ സമൂഹത്തിൽ സ്ഥാനമില്ല, അവൻ ഈ അതുവരമ്പുകൾ താമസിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് കുഷ്ഠരോഗികൾ അതുവരമ്പുകളിൽ നിൽക്കുന്നത്. രണ്ടാമതായി അവർ തോന്നിയത് അവരുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുമ്പോഴാണ് പുരോഹിതന്റെ അടുക്കലേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ ഒരു മടങ്ങി പോക്ക് പലപ്പോഴും പല കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും വർഷങ്ങളെടുത്ത് അവർ ജീവിച്ച അവസ്ഥയിൽ മരിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെയുള്ള ഈ 10 കുഷ്ഠരോഗികളോട് യേശു പറയുകയാണ്, നിങ്ങൾ ഒന്നുകൂടെ പുരോഹിതന്റെ അടുക്കലേക്ക് പോവുക. പുരോഹിതന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പുരോഹിതൻ സ്ഥിരപ്പെടുത്തും, നിങ്ങൾ പറഞ്ഞേക്കും എന്നൊരു വിശ്വാസത്തിന്റെ വാക്കുകളാണ് യേശു അവിടെ പറയാതെ പറഞ്ഞു വരുന്നത്. അങ്ങനെ കുഷ്ഠരോഗികൾ പുരോഹിതന്റെ അടുക്കലേക്ക് പോവുകയാണ്. യാത്രാമധ്യത്തിൽ ഇവർക്ക് കുഷ്ഠരോഗം മാറുകയാണ്. കുഷ്ഠരോഗം മാറുന്ന സമയത്ത് 10 പേർക്ക് ഒരുമിഷമായി ഞാൻ ചിന്തിക്കുന്നു. 10 പേര് യഹൂദന്മാരുണ്ടായിരുന്നു, ശമര്യന്മാര് ഉണ്ടായിരുന്നു. ഇവര് ഒരിക്കലും ചേരാത്ത 2 ജാതികളാണ്. ഇന്ത്യയും പാകിസ്ഥാനിൽ പോലും ഒരിക്കലും പരസ്പരം അവർ ചേർന്ന് പോകാത്ത 2 ജാതികളാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നപ്പോൾ, ഒരു രോഗാവസ്ഥ വന്നപ്പോൾ ജാതിയും മതവും മറ്റ് എല്ലാവിധമായ അന്ധതകളെയും മറന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അവർ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ഈ കുഷ്ഠരോഗികൾ ഒരു ശമര്യക്കാരനുണ്ടായിരുന്നു. അവൻ മാത്രം യേശുവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നതിനു ശേഷം യേശുവിന് കാൽക്കൽ വീണ് നന്ദി അർപ്പിച്ചുവെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കുകയാണ്. എത്രയെത്ര നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മളെ മാറാൻ പോകുന്ന നിമിഷങ്ങളില് ദൈവം നമുക്ക് മാറാൻ നൽകിയിട്ടുണ്ട്. വ്യക്തമായും നമ്മള് കണ്ണുകളൊഴിച്ച് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും. മടിയുടെ അവസ്ഥയിൽ നമ്മുടേതായിട്ടുള്ള കഴിവല്ലാതെ ചില നന്മകൾ നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശുദ്ധിയുടെ അവസ്ഥയിൽ ദൈവം നമ്മെ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതങ്ങളിലെ ദൈവസന്നിധിയിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറയുന്നത് മറ്റൊന്നിനും വേണ്ടിയില്ല. ഒരനുഗ്രഹം പ്രാപിച്ചിട്ട് അടുത്ത അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ആ ആവശ്യം അറിയുവാനായിട്ടാണ് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ മെജോറിറ്റി 9 പേരുടെ ജീവിതവും അത് തന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിൽ നന്മ ലഭിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് നടന്ന് പുരോഹിതന്റെ അടുക്കലേക്ക് പോവുകയാണ്. പുരോഹിതൻ പ്രതീക്ഷയില്ലാതെ പറഞ്ഞയച്ചവരാണ് പിന്നീട്. എന്നാൽ യേശു അവർക്ക് സൗഖ്യം നൽകിയപ്പോൾ അവർ യേശുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നില്ല. എന്നാൽ ആവശ്യങ്ങൾ അറിയിക്കുവാനായിട്ടല്ല അവർ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുന്നത്. ജീവിതത്തിൽ ലഭിച്ച നന്മകൾ പ്രാപിച്ചതിനു ശേഷം ദൈവസന്നിധിയിൽ നന്ദി അറിയിക്കുവാനായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. ആ നന്ദി പറയുവാനായിട്ട് നമ്മൾ തിരിച്ചു വന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. അങ്ങനെ ഉള്ളവർ ഏവരും ലഭിക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഉള്ളതേവരും ലഭിക്കും, അവർ സമൃദ്ധി ഉണ്ടാകും. എന്തുള്ളവരാണ്? പണമുള്ളവരാണ്, വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ്, അല്ല കാർ ബന്ധാവുള്ളവരാണ്, അല്ല. അവിടെ പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കുന്ന സ്വഭാവം ഉള്ളവരാണ്. വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള അവസരം ദൈവം നൽകുമെന്നാണ് പറയുന്നത്. നന്ദി പ്രകാശിപ്പിക്കാത്തവരുടെ ജീവിതത്തിൽ പിന്നെ നന്മകൾ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല ദൈവസന്നിധിയിൽ. പക്ഷേ അവന്റെ സന്നിധിയിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഈ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നന്ദി നമുക്ക് പറയുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കാത്ത അവസ്ഥ. പക്ഷേ നന്ദി പ്രകാശിപ്പിച്ചാൽ ദൈവം നമുക്ക് വീണ്ടും സമൃദ്ധിയായി അനുഗ്രഹിക്കുമെന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ നന്ദി ഇല്ലാതെ കടന്നുപോയ 9 പേര് വലിയ മെജോറിറ്റിയാണ്. ഈ ലോകത്ത് അങ്ങനെ വലിയ മെജോറിറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധി നന്ദിയില്ലാതെ പ്രകടനങ്ങൾ ലഭിച്ചതിനു ശേഷം കടന്നു പോകുന്നവർ. പക്ഷേ ഒരൊറ്റ ഒരുത്തൻ ദൈവസന്നിധിയിൽ തിരിച്ചു വരികയാണ്. അവന്റെ ജീവിതത്തിൽ ദൈവം ബോണസ് നൽകുന്നുണ്ട്. 19-ാം വാക്യത്തിൽ ദൈവം വിധിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ള 9 പേർക്കും രോഗശാന്തി ലഭിച്ചു. അതെ,
ഈ ലോകപരമായിട്ടുള്ള നന്മ അവരുടെ ജീവിതത്തിൽ ലഭിച്ചു. പക്ഷേ അവർ ലഭിക്കാത്ത ഒന്ന് ഈ ശമയക്കാരനായ മനുഷ്യൻ ലഭിക്കുകയാണ് രക്ഷ. രക്ഷ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങിവന്ന് അവർ നന്ദി അർപ്പിച്ചപ്പോൾ അവർ രക്ഷ ലഭിച്ചു എന്നാണ് അതിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ആശുപത്രിയുടെ പടികൾ ഇറങ്ങി ഓടിച്ചെന്ന് ഒരു ബസിന്റെ പടികളിൽ ബസ്സിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ചുറ്റുപാട് നോക്കുന്ന സമയത്ത് കഠിനമായി മഴ പെയ്യുകയാണ്. ഈ മനുഷ്യൻ മാത്രം അവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്ത് മനോഹരമായ മഴയുള്ള ദിവസമാണ് ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ചുറ്റുപാടുള്ളവരെല്ലാവരും ഈ മനുഷ്യനെ എളുപ്പമിലൂടെ നോക്കുകയാണ്. ചുറ്റും നോക്കുന്ന സമയത്ത് പെരുമഴ പെയ്യുകയാണ്. എല്ലാവരും നനഞ്ഞു കുതിർന്ന അവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ഭവനത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവര് അങ്ങനെ അവർ പിന്തുടർത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ കലുഷിതമായി ഈ സ്തുതിച്ച മനുഷ്യനോട് സംസാരിക്കുകയാണ്. ആ മനുഷ്യൻ സംസാരിച്ചത് എങ്ങനെയാണ്? നിനക്ക് ഭ്രാന്താണോ? ഈ ഒരു കാലാവസ്ഥയിലും ഈ ഒരു പ്രയാസത്തിന്റെ മധ്യത്തിലും ഈ ഒരു നനഞ്ഞ അവസ്ഥയിലും ദൈവത്തിന് എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളും ഭ്രാന്തമായ ഒരു സന്തോഷം അനുഭവിക്കുമായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് എന്റെ ജീവിതത്തിൽ എത്ര മനോഹരമായ നിമിഷങ്ങളാണ് കാണാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായത്. എന്നാൽ കാഴ്ച വീണ്ടും എനിക്ക് ലഭിച്ചപ്പോൾ ഇതെല്ലാം എനിക്ക് മനോഹരമായിട്ട് തോന്നുകയാണ്. ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നിമിഷങ്ങളും അനുഭവങ്ങളും അവസരങ്ങളും എല്ലാം ഓരോ അനുഗ്രഹങ്ങളാണ്. അതിന് നമുക്ക് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിന് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അതെല്ലാം മനോഹരമായിട്ട് തീരും. അല്ലാതെ ഒന്നിനെയും ആസ്വദിക്കാതെ എന്തിനു പറയുകയോ പരക്കം പാലിന് ഓടുന്നവര് ഇതൊന്നും അത് ജീവിതത്തിൽ അനുഗ്രഹങ്ങളാണെങ്കിൽ എല്ലാം ഓരോ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുക ചെയ്യും. 2025 വർഷത്തിലാണ് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് നന്മകൾ ഒക്കെ നമ്മൾ നഷ്ടപ്പെട്ട് കളഞ്ഞിട്ടുള്ളത്. ഒരു അവസരം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരു വർഷം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി അർപ്പിച്ച് ഇനിയും നന്ദി അർപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആ ലഭിച്ചിരിക്കുന്ന അവസരത്തെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടിച്ചു വരാം.